ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കട്ടിംഗ് വീഡിയോ അല്ല കേട്ടോ. ഒരു അളവ് ബ്ലൗസിൽ നിന്ന് എങ്ങനെയാണ് അളവെടുക്കുന്നത് എന്നാണ് ഇന്ന് കാണിക്കുന്നത്. എല്ലാവരും വീഡിയോ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മൾ ഫസ്റ്റ് മെഷർമെൻറ്റ് എടുക്കേണ്ടത് ഫുൾ ലെങ്ത് ആണ്. അതെങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് നോക്കാം. കറക്റ്റ് ഇതുപോലെ ചുളുവൊക്കെ ഉണ്ട്, ചുളുവൊക്കെ ഒന്ന് പോക്കി ലെവലാക്കി കൊടുക്കണം. കറക്റ്റാക്കി കൊടുക്കണം കേട്ടോ, എന്നാലേ കറക്റ്റായ അളവ് കിട്ടുള്ളൂ. ഫുൾ ലെങ്ത്ത് എന്ന് പറയുന്നത് ഇവിടുന്ന് ഇവിടം വരെയുള്ള ലെങ്ത്താണ്. അപ്പോൾ നമുക്ക് ലെങ്ത്ത് നോക്കാം. ഇവിടെ ടേപ്പ് ഇങ്ങനെ വെച്ച് കൊടുക്കാം. കറക്റ്റായി തന്നെ വെച്ച് കൊടുക്കണം കേട്ടോ. ഈ ബ്ലൗസിൻ്റെ ലെങ്ത്ത് വന്നിരിക്കുന്നത് 15.5 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. ലെങ്ത്ത് എടുക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ബ്ലൗസിൻ്റെ ലെങ്ത്ത് എടുക്കുമ്പോൾ അളവ് ബ്ലൗസിൻ്റെ ബാക്ക് ഭാഗത്ത് നിന്ന് വേണം അളവെടുത്ത് കൊടുക്കാൻ, എന്നാലേ കറക്റ്റായ അളവ് കിട്ടുള്ളൂ. ഷോൾഡറിൻ്റെ ഇവിടുന്ന് ഇവിടേക്കാണ് ലെങ്ത്ത് അളവെടുത്ത് കൊടുക്കേണ്ടത്, അല്ലാതെ ഇവിടുന്ന് ഇവിടേക്കല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഷോൾഡറിൻ്റെ ഇവിടുന്ന് സ്ലീവ് ജോയിൻ ചെയ്താൽ ഇവിടേക്ക് ചരിച്ച് കട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. എല്ലാ ബ്ലൗസിനും ഉണ്ടാവാറില്ല, ചിലർ മാത്രമേ അങ്ങനെ ചെയ്യാറുള്ളൂ. അപ്പോൾ ഇവിടുന്ന് ഇവിടേക്ക് അളന്ന് നോക്കിയാൽ നമുക്ക് അളവിന് വ്യത്യാസം വരും. അതുകൊണ്ടാണ് ഷോൾഡറിൻ്റെ ഈ അറ്റത്ത് നിന്ന് ഇവിടേക്ക് ലെങ്ത്ത് അളവെടുത്ത് കൊടുക്കണമെന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് ഈ ബ്ലൗസിന് എത്രയാണ് ഷോൾഡർ വന്നിരിക്കുന്നതെന്നും എങ്ങനെയാണ് ഷോൾഡർ എടുക്കുന്നതെന്നുമാണ്. ഇത് 2 രീതിയിൽ നമുക്ക് നോക്കാം. തയ്യൽ തുമ്പ് വിട്ടിട്ടോ തയ്യൽ തുമ്പ് ഉൾപ്പെടെയും. തയ്യൽ തുമ്പ് വിട്ടിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ തയ്യൽ തുമ്പ് ഏഡ് ചെയ്യേണ്ടി വരും. തയ്യൽ തുമ്പ് ഉൾപ്പെടെയാണ് നോക്കുന്നതെങ്കിൽ മാർക്ക് ചെയ്യുമ്പോൾ തയ്യൽ തുമ്പ് ഏഡ് ചെയ്യേണ്ടി വരില്ല കേട്ടോ. ഞാനിവിടെ തയ്യൽ തുമ്പ് ഏഡ് ചെയ്യാതെയാണ് നോക്കുന്നത്. സ്ലീവ് ജോയിൻ ചെയ്ത ഇവിടുന്ന് ഇവിടേക്ക് എത്ര ഉണ്ടെന്ന് നോക്കാം. എനിക്ക് ഇവിടെ കിട്ടിയത് 11.5 ഇഞ്ചാണ്. അതിൻ്റെ പകുതി 5.25 ഇഞ്ച്, അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഏഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഇനി നോക്കേണ്ടത് കഴുത്തിൻ്റെ അകലമാണ്. അതെങ്ങനെയാണ് നോക്കേണ്ടതെന്ന് നോക്കാം. ഇതുപോലെ ടേപ്പ് വെച്ച് കൊടുക്കുക. ഇവിടേക്ക് എത്ര ഉണ്ടെന്ന് നോക്കാം. കറക്റ്റായി വന്നിട്ടുള്ളത് 7 ഇഞ്ചാണ്. ഈ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടിയത് 7 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ പകുതി കണ്ട് അതിൽ നിന്നും 1/4 ഇഞ്ച് കുറച്ച് നമ്മൾ മാർക്ക് ചെയ്യാൻ പാടുള്ളൂ. സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമുക്ക് കറക്റ്റായ അളവ് തന്നെ കിട്ടും. ഇനി നമ്മൾ നോക്കേണ്ടത് ബാക്ക് നെക്കിൻ്റെ ലെങ്ത്താണ്. അതെങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് നോക്കാം. അതിനായി ഒരു സ്കെയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇവിടേക്ക് എത്രയാണ് വരുന്നതെന്ന് നോക്കാം. കറക്റ്റായി തന്നെ വെച്ച് കൊടുക്കണം കേട്ടോ. എനിക്കിവിടെ 9.5 ഇഞ്ചാണ് ബാക്ക് നെക്ക് വന്നിരിക്കുന്നത്. അതിൽ നിന്നും 1/4 ഇഞ്ച് കുറച്ചേ മാർക്ക് ചെയ്യാൻ പാടുള്ളൂ. അടുത്തതായി നോക്കേണ്ട ഫ്രണ്ട് നെക്ക് ലെങ്ത്താണ്. അതും ഇതുപോലെ സ്കെയിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ടേപ്പ് വെച്ച് അളന്ന് നോക്കാം. ഇവിടെ വരുന്നത് 5.25 ഇഞ്ചാണ്. അതിൽ നിന്നും 1/4 ഇഞ്ച് കുറച്ചേ മാർക്ക് ചെയ്യാൻ പാടുള്ളൂ. ഇനി നമ്മൾ നോക്കേണ്ട ഈ ബ്ലൗസിന് എത്ര ആംപോൾ വന്നിട്ടുള്ളത് എന്നാണ്. ആംപോൾ എങ്ങനെയാണ് എടുക്കുന്നത് എന്നുമാണ്. അത് നോക്കേണ്ടത് ഷോൾഡറിൻ്റെ ഇവിടുന്നാണ്, സ്ലീവിൻ്റെ ഇവിടുന്നല്ല. ടേപ്പ് ഇങ്ങനെ വെച്ച് നമുക്ക് കറക്റ്റായി നോക്കാം. എനിക്കിവിടെ വന്നിരിക്കുന്നത് 9.5 ഇഞ്ചാണ്. ഇനി നമുക്ക് ചെസ്റ്റ് വണ്ണം നോക്കാം. കൈ ജോയിൻ ചെയ്ത ഇവിടുന്ന് ഇവിടേക്ക് എത്രയാണെന്ന് നോക്കാം. അധികം വലിച്ച് പിടിക്കാതെ വേണം നോക്കാൻ. എനിക്കിവിടെ കിട്ടിയിരിക്കുന്നത് 21 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് മൊത്തം വണ്ണം വന്നത് 42 ഇഞ്ചാണ്. അതിൻ്റെ 4/1 10.5 ഇഞ്ച്. അതാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ഏഡ് ചെയ്ത് കൊടുക്കണം. ഇത് തന്നെ ഫ്രണ്ടിലും കിട്ടുന്നുണ്ടോയെന്ന് നോക്കണം. ഇനി നമ്മൾ നോക്കേണ്ടത് മെയിൻ ടെക്കിൻ്റെ പോയിൻ്റ് അളവാണ്.
അത് നോക്കുമ്പോഴും വലിച്ചു പിടിക്കാൻ പാടില്ല, ഇതുപോലെ പിടിക്കാം. ഷോൾഡറിൻ്റെ ഇവിടുന്ന് ടേപ്പ് ഇങ്ങനെ പിടിക്കാം. എത്രയാ വരുന്നതെന്ന് നോക്കാം. എനിക്കിവിടെ കിട്ടിയത് 10.5 ഇഞ്ചാണ്. ഇതിൻ്റെ കൂടെ തയ്യൽ തുമ്പ് ഏഡ് ചെയ്ത് കൊടുക്കണം. മെയിൻ ടെക്കിൻ്റെ ലെങ്ത്ത് എത്രയാണെന്ന് നോക്കാം. ടേപ്പ് ഇവിടെ നിന്ന് ഇവിടേക്ക് പിടിച്ചു കൊടുക്കാം. കറക്റ്റായിട്ട് തന്നെ നോക്കണം. ഇവിടെ വന്നിരിക്കുന്നത് 3.25 ഇഞ്ചാണ്. തയ്യൽ തുമ്പ് ആവശ്യമില്ല. സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ തയ്യൽ തുമ്പ് ഓൾറെഡി വരും. ഇനി നമുക്ക് പോയിൻറ്റിൻ്റെ അകലമാണ് നോക്കേണ്ടത്. അതെങ്ങനെയാണ് നോക്കേണ്ടത് എന്ന് നോക്കാം. പോയിൻറ്റിൻ്റെ ഇവിടുന്ന് ഇവിടേക്ക് എത്രയെന്ന് നോക്കാം. എനിക്കിവിടെ 3.25 ഇഞ്ചാണ് വന്നത്. അതിൻ്റെ കൂടെ 1/4 ഇഞ്ച് തയ്യൽ തുമ്പും ചേർത്ത് 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നോക്കേണ്ടത് വേസ്റ്റ് വണ്ണമാണ്. ഇത് 2 വിധത്തിൽ നോക്കാം. ഒന്ന് മൊത്തത്തിൽ അളവെടുത്ത് അതിൻ്റെ 4ൽ 1 ഭാഗം കാണാം. അല്ലെങ്കിൽ ബാക്ക് ഭാഗത്ത് നിന്ന് ഇങ്ങനെ അളവെടുത്ത് നോക്കാം. ബാക്ക് ഭാഗത്ത് നിന്ന് ഇങ്ങനെ അളവെടുത്ത് നോക്കാം. എനിക്കിവിടെ കിട്ടിയത് 17 ഇഞ്ചാണ്. അതിൻ്റെ പകുതി കണ്ട് അതിൽ നിന്നും 1.5 ഇഞ്ച് തയ്യൽ തുമ്പും ഏഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ സ്ലീവിൻ്റെ ലെങ്ത്താണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. സ്ലീവ് ജോയിൻ ചെയ്ത് അവിടുന്ന് താഴോട്ട് എത്ര ഇഞ്ചാണ് വരുന്നത് നോക്കാം. എനിക്കിവിടെ കിട്ടിയിരിക്കുന്നത് 11 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി കൈവണ്ണമാണ്. കൈവണ്ണം കിട്ടിയിരിക്കുന്നത് 5.25 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ നന്ദി, നമസ്കാരം.